എൻ്റെ രണ്ടാമത്തെ മകൾ ജനിച്ചത് ആനി. അവളൊരു മന്ദബുദ്ധിയായിട്ടാണ് ജനിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്? അതായിരുന്നു അവൾ. മന്ദബുദ്ധിയായിരുന്നു. പള്ളിക്കൂടത്തിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾക്കുള്ള സ്കൂളിൽ വിടണം. ഞാനങ്ങ് പേടിച്ചു പോയി. അവിടെ ഒന്നും സ്കൂളില്ല. പിന്നെ എങ്ങനെയായാലും ശരി, അവർ പറഞ്ഞു ഞങ്ങൾ 1 മാസത്തേക്ക് എടുക്കാം, വ്യത്യാസം ഉണ്ടായാൽ അവിടെ പേരിവിടെ കാണുമില്ലെങ്കിൽ കാണത്തില്ല. 17ാമത്തെ ദിവസം എന്നെ ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോള് മാത്രമേ ഉള്ളൂ കരയുന്നത്, ഞങ്ങളവിടെ പേര് വെട്ടാൻ പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ. അടുത്ത ദിവസം ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടുപോവാണ്, സൈക്കിളിനകത്ത് കൊണ്ടുപോവാണ്. മൂത്ത മോൻ പുറകിലിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇന്ന് അവൾ കരയും, സ്കൂളിൽ നിന്ന് അവിടെ പേര് വെട്ടും. എൻ്റെ ബുദ്ധി പറഞ്ഞു അവിടെ പേര് വെട്ടും. എൻ്റെ വിശ്വാസം പറഞ്ഞു അവൾ ഇന്ന് കരയത്തില്ല. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ സൗഖ്യമാക്കി. അവൾ കരയും, അവൾ കരയത്തില്ല, അവൾ കരയും. സ്കൂളിൽ ചെന്നു. ഞാൻ അവിടുന്ന് അവളെ ഇറക്കി കഴിഞ്ഞുമ്പോൾ ചെയ്യാൻ പറഞ്ഞു പോവാട്ടെ. അവൾ 3 പടി ചാടി അങ്ങ് കയറി. 3.5 വയസ്സുള്ള ഒരു കൊച്ച് അങ്ങോട്ട് തിരിഞ്ഞ് എന്ന് വെച്ച് പറഞ്ഞു, ഡാഡി ടാറ്റ, ദുപ്പേർക്കോ ജൽദി ആക്കെ മുझे ले जाना. ആദ്യമായിട്ട് ജീവിതത്തിൽ ടാറ്റ പറഞ്ഞത് അന്നായിരുന്നു. എന്നാന്നറിയാമോ? എൻ്റെ കർത്താവ് അവളെ സൗഖ്യമാക്കിയതിൻ്റെ അടുത്ത ദിവസം. വർഷത്തിൻ്റെ അവസാനം അതേ പ്രോഗ്രസ് കാർഡുമായിട്ട് വന്നു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ കൂടെ ഒരു പഞ്ചാബി ബ്രദർ ഇരിപ്പുണ്ട്, പാസ്റ്റർ ഇരിപ്പുണ്ട്, ജഗീർ മസി. എൻ്റെയൊക്കെ ചോദിച്ചു, എന്താ പറ്റി, മോൾക്ക് ഫസ്റ്റ് കിട്ടിയോ? ഞാൻ പറഞ്ഞല്ല, അവിടെ നമ്പർ 49, 50 വിദ്യാർത്ഥികൾ. പിന്നെന്തിനാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞെടോ, പണ്ട് അവിടെ നമ്പർ 50-ൽ 50 ഇപ്പോൾ അവൾ ഒരു കൊച്ചിനേക്കാൾ മിടുക്കിയായിരുന്നു. എൻ്റെ ദൈവം പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ തുള്ളിച്ചാടി. സാവധാനത്തിൽ ദൈവം അവളെ ഉയർത്തി. 49 47 പിന്നെ 43 പിന്നെ മേളിലോട്ട് പോയി. അവൾ 12ാം ക്ലാസ് ആയപ്പോൾ അവിടെ ടീച്ചർ ശ്രീമാൻ മാൻചന്ദ് എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, നിങ്ങൾ വലിയൊരു അബദ്ധം കാണിച്ചു. ഈ കൊച്ചൊരു കാലത്തും 12ാം ക്ലാസ് CBSE സിസ്റ്റത്തിൽ പാസ്സാവത്തില്ല. ഞാൻ ഇങ്ങനെ കാല് കുലുക്കിക്കൊണ്ട് എന്നെ സ്വയം പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്, നിനക്ക് എൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ. എൻ്റെ ദൈവം ആരാണ്? അവളെ 12ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന ദൈവം 12ാം ക്ലാസ്സിൽ തള്ളി കോളേജിൽ അയക്കുവാനും എൻ്റെ ദൈവമായ. എൻ്റെ മോൾ 12ാം ക്ലാസ് പാസ്സായി, MSc എടുത്തു, PhD എടുത്തു. ഇന്ന് അവിടെ പേരെന്തുവാണെന്നറിയാമോ? കൈയടിക്കാൻ വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് അവിടെ പേരെന്തുവാണെന്നറിയാമോ? ഡോക്ടർ ആനി വർഗീസ് PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, അമേരിക്ക. 23 24 സാഹിബന്മാരും മതമ്മമാരും അവിടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരാണ് എൻ്റെ ദൈവം? എൻ്റെ ദൈവം, നിന്റെ ദൈവം. നീയും ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവൻ നിനക്ക് ഉയർച്ച തരുന്നവനാണ്.